ഇന്നലെ SSLC പബ്ലിക് പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ പലരും ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിൽ സ്റ്റേറ്റസ് ആയിട്ട് അവരുടെ ആ ഫുൾ A+ വലിയ ഗംഭീരമായിട്ട് അവർ ആഘോഷിക്കുന്ന സമയത്ത് എനിക്ക് ഉറപ്പാണ് ഒരു നല്ല ശതമാനം കുട്ടികളെങ്കിലും നിങ്ങളുടെ മാനസികാവസ്ഥ അപ്പോൾ ആഘോഷിക്കുക ആയിരുന്നിട്ടുണ്ടാവില്ല. ശരിയല്ലേ ഞാൻ പറയുന്നത്? പലരും ഫുൾ A+ പ്രതീക്ഷിച്ച് മാർക്ക് ഷീറ്റ് നോക്കുമ്പോൾ അതിൽ ഒരു A+ പോലും അല്ലെ ഒരു A ഗ്രേഡ് പോലും നിങ്ങൾക്ക് തപ്പിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ട്, അങ്ങനത്തെ ഒരു വിഭാഗം കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് മക്കളെ ഈ ഒരു വീഡിയോ. സോ നിങ്ങൾ ഫുൾ A+ കിട്ടാത്ത ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഫുൾ A+കാർ ഈ വീഡിയോ കാണേണ്ട ആവശ്യമില്ല. ഫുൾ A+ കിട്ടാത്ത അല്ലെ നിങ്ങൾ ഉദ്ദേശിച്ച മാർക്ക് കിട്ടാത്ത ഒരു കുട്ടിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ അവസാനം വരെയും കാണണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. നിങ്ങളുടെ ലൈഫിലെ ആക്ച്വൽ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരിക്കും ഈ ഒരു വീഡിയോ. മക്കളെ, ഫസ്റ്റ് കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ സങ്കടപ്പെടാൻ പാടില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങൾ സങ്കടപ്പെടണം. നിങ്ങൾക്ക് സങ്കടം ഉണ്ടെങ്കിൽ നിങ്ങൾ ആക്ച്വലി കരയാൻ തോന്നാണ് കരയുക. പേരൻസും അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ കൂടിയുണ്ട്, അവരുടെ കൂടി ഇരുന്ന് കരയുക. അതാണ് ഏറ്റവും നല്ലത്. പക്ഷേ സങ്കടപ്പെടാൻ തോന്നുകയാണെങ്കിൽ മാക്സിമം നിങ്ങൾ സങ്കടപ്പെടുക. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഉറപ്പ് വരുത്തണം, ഇനി ഇങ്ങനത്തെ ഒരു സങ്കടം, ഇങ്ങനത്തെ ഒരു അവസ്ഥ നിങ്ങൾ സ്വയം നിങ്ങൾക്ക് വേണ്ടി ഇനി ഒരിക്കലും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കില്ല എന്നുള്ളൊരു പ്രോമിസ് നിങ്ങൾ മറ്റാർക്കുമല്ല നിങ്ങൾക്ക് സ്വയം കൊടുക്കണം. അതായത് നിങ്ങളുടെ ശരിക്കത്തെ ആഗ്രഹം നല്ല രീതിയിൽ പഠിച്ച് +1ഉം +2 ഒക്കെ ഇനി ബാക്കിയുണ്ട്. അതിനുശേഷം വലിയൊരു ലൈഫ് തന്നെ നിങ്ങളെ ബാക്കി കിടപ്പുണ്ട്. അല്ലാണ്ട് ഈ 10ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൻ്റെ അവസാനമല്ല. അപ്പോൾ ലൈഫ് ഇനി മുന്നോട്ട് കിടക്കുകയാണ്. അതിലെ പഠനത്തിൻ്റെ ലൈഫ് ഇനിയും നിങ്ങൾക്ക് +1 +2 എന്ന് പറഞ്ഞാൽ ആ 2 വർഷം നിങ്ങൾക്ക് ആക്ച്വലി പ്രൂവ് ചെയ്യാൻ 2 വർഷം അവിടെ കിടക്കുകയാണ്. ആ 2 വർഷം ഒരു കാരണവശാലും നിങ്ങൾ ഉഴപ്പില്ല. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന മാക്സിമം നിങ്ങൾ ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പ് വരുത്തുക. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന മാക്സിമം നിങ്ങൾ ചെയ്യുന്ന ഉറപ്പ് വരുത്തുക. ഒരു പക്ഷേ അല്ലെങ്കിൽ 90% ഉറപ്പാണ് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന മാക്സിമം നിങ്ങൾ ചെയ്യാത്തതുകൊണ്ട് തന്നെയായിരിക്കും നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടാത്തത്. വളരെ ചുരുക്കം കുട്ടികളുണ്ടാവുള്ളൂ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്ത് വളരെ കഷ്ടപ്പെട്ടു എങ്കിലും അവർ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടാത്ത ആ ശതമാനം വളരെ ചുരുക്കം പേരുണ്ടാവുള്ളൂ. അവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ അവസാനം പറഞ്ഞുതരാം. പക്ഷേ ഞാനിപ്പോൾ ആദ്യം പറയുന്നത് വേണ്ടിയ രീതിയിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ സിൻസിയറായിട്ട് പഠിക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ തീർച്ചയായും സങ്കടപ്പെടുക, പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യാൻ പാടില്ല, വിട്ടുകൊടുക്കാൻ പാടില്ല. പലരുടെയും മെൻറ്റാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10ാം ക്ലാസ് ഇതൊക്കെ എന്നെക്കൊണ്ടൊന്നും പറ്റുന്ന പരിപാടിയല്ല, ഈ സയൻസും ഈ മാത്സും ഒന്നും പഠിക്കാൻ എന്നെക്കൊണ്ടൊന്നും പറ്റില്ല, +1ൽ എന്തെങ്കിലും ഹ്യൂമാനിറ്റീസോ വല്ല എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് കഴിച്ചിലായിപ്പോ എന്നുള്ള ആ മെൻറ്റാലിറ്റി നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ നിങ്ങളോട് അഡ്മിറ്റ് ചെയ്യണം, നിങ്ങളൊരു ഫെയിലിയർ മെറ്റീരിയലാണ് നിങ്ങൾ സ്വയം അഡ്മിറ്റ് ചെയ്യണം. മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട 2-3 കാര്യം. ഒന്ന്, ഈ 10ാം ക്ലാസ്സിലെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഒരു അഡ്മിഷൻ പോർട്ടലാണ്. അതായത് +1ൽ ഓരോ കുട്ടിക്കും ഏത് കോമ്പിനേഷൻ ഏത് സ്കൂളിൽ കൊടുക്കണമെന്ന് സർക്കാരിന് തീരുമാനിക്കാൻ വേണ്ടി അവർക്ക് എന്തെങ്കിലും ഒരു മാനദണ്ഡം വേണം. അതിന് വേണ്ടി മാത്രമാണ് ഈ ഗ്രേഡ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലും ആരും നിങ്ങളോട് 10ാം ക്ലാസ്സിൽ എത്ര മാർക്ക് കിട്ടിയെന്നോ 10ാം ക്ലാസ്സിൽ എത്ര ഗ്രേഡ് കിട്ടിയെന്നോ ആരും ഒരിക്കലും നിങ്ങളോട് ചോദിക്കാൻ പോകുന്നില്ല. അത് മാത്രമല്ല, ഫുൾ A+ കിട്ടിയ ഒരു കുട്ടിക്ക് പിന്നീട് നിങ്ങളുടെ ലൈഫിൽ ഒരു അഡ്വാൻറ്റേജും തന്നെ കിട്ടാനും പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു അഡ്മിഷന് വേണ്ടി +1ലേക്ക് സ്കൂളിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ഒരു മാനദണ്ഡം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു റാങ്കിങ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള മാത്രം ഒരു സ്കീമാണ് ഈ 10ാം ക്ലാസ്സിലെ മാർക്ക്. അതുകൊണ്ട് തന്നെ അതൊരിക്കലും നിങ്ങളുടെ ലൈഫിൻ്റെ ഫെയിലിയറിനെയോ ലൈഫിൻ്റെ സക്സസ്സിനെയോ ഒരിക്കലും തീരുമാനിക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയാൽ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിട്ടുകൊടുക്കാൻ സമയമായിട്ടില്ല. വെയിറ്റ് ചെയ്യും, ഇനിയും ഫൈറ്റ് ചെയ്യാൻ നമുക്ക് സമയം ബാക്കിയുണ്ട്. സോ നിങ്ങൾ സങ്കടപ്പെടാം, പക്ഷേ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ആ ഫെയിലിയർ മെൻറ്റാലിറ്റിയിലേക്ക് കയറാൻ പാടില്ല. കാരണം അതിൻ്റെ ആവശ്യം നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് ഇനിയും ലൈഫിൽ പ്രൂവ് ചെയ്യാൻ കുറേ കാര്യങ്ങൾ ചെയ്യാനും കുറേ വർഷങ്ങളും ഇനി നിങ്ങൾക്ക് വർക്ക് ചെയ്ത് പ്രൂവ് ചെയ്യാൻ ഇനി ബാക്കി കിടക്കുകയാണ്. ആ ഓപ്പർച്യൂണിറ്റി ഇനി ബാക്കി കിടക്കുകയാണ്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ അയ്യോ എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റില്ല എന്ന് എങ്ങനെ പഠനത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി എന്നെക്കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു കോമ്പിനേഷൻ, ഞാനൊരു കോമ്പിനേഷനെ മോശമാക്കി പറയല്ല, പക്ഷേ ഈ ഒരു കാരണം കൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് പഠിച്ച് പോയിക്കോളാം എന്നുള്ള ആ മെൻറ്റാലിറ്റി നിങ്ങൾ ആ ഒരു മെൻറ്റാലിറ്റി ഇപ്പോഴേ നിങ്ങൾ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇനി ലൈഫിൽ മൊത്തം നിങ്ങൾ ആ മെൻറ്റാലിറ്റി ആയിരിക്കും. നാളെ നിങ്ങൾ +1 +2 കഴിഞ്ഞ് നിങ്ങൾ കോളേജിൽ പോകുമ്പോൾ അതേ മെൻറ്റാലിറ്റി ആയിരിക്കും. കാരണം നിങ്ങൾക്ക് അതേ ശീലമുള്ളൂ. നാളെ എന്തും നിങ്ങൾ ചെയ്യാൻ പോകുന്നു, ജോലി ചെയ്യാൻ പോകുമ്പോഴും നിങ്ങൾ നാളെ ഒരു കല്യാണം കഴിച്ച് ജീവിതം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഒക്കെ നിങ്ങളുടെ ആ മെൻറ്റാലിറ്റി അങ്ങനെ ആവുന്ന ആലോചിച്ച് നോക്കും. നിങ്ങളുടെ ലൈഫിൽ ആ മെൻറ്റാലിറ്റി നിങ്ങൾക്ക് അതിലേ ശീലമുള്ളൂ.
അപ്പോൾ ആ മെൻറ്റാലിറ്റിയിൽ പോകാൻ നിങ്ങൾക്ക് ഒട്ടും സമയമായില്ല. നിങ്ങളിപ്പോഴും ചെറിയ മക്കളാണ്. നിങ്ങൾക്ക് ഇനിയും ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുന്നിൽ കിടക്കുകയാണ്. ഏതോ സിനിമയിൽ പറഞ്ഞ പോലെ കടൽ പോലെ ഇങ്ങനെ ദുബായി കിടക്കുകയാണെന്നോ അത് പറഞ്ഞ പോലെ ലൈഫ് അതിലും വലിയ കടലായിട്ട് കിടക്കുകയാണ്. അപ്പോൾ വിട്ടുകൊടുക്കാൻ സമയമായിട്ടില്ല. അങ്ങനെയാണ് സാർ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മിക്ക കുട്ടികളും ഈ ഉദ്ദേശിച്ച റിസൾട്ട് വാങ്ങാൻ പറ്റാത്തതുകൊണ്ട് അവർക്ക് പഠിക്കാൻ അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അത് പറഞ്ഞ വാക്കുകളിലും കുറച്ച് അർത്ഥമുണ്ട്. അതായത് എല്ലാവരും അറിഞ്ഞുകൊണ്ട് ഹാർഡ് വർക്ക് ചെയ്യാതെ ഉണ്ടായിരുന്നായിരിക്കില്ല. അല്ല അറിഞ്ഞുകൊണ്ട് ഞാൻ പഠിക്കുന്നില്ല, എന്നെക്കൊണ്ട് എനിക്ക് വേണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കില്ല. ചിലപ്പോൾ അവരുടെ സാഹചര്യം അങ്ങനെ ആയിരിക്കും ഉണ്ടാവും. അല്ലെ, മിക്ക കുട്ടികളും ഇത് കാണുന്ന നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ സാഹചര്യം അങ്ങനെ ആയിരിക്കും. നിങ്ങളുടെ വീട്ടിലെ സാഹചര്യമോ അല്ലെങ്കിൽ സ്കൂളിലെ സാഹചര്യമോ അല്ലെ നിങ്ങളുടെ മെൻ്റൽ സ്റ്റേറ്റൊക്കെ 10ാം ക്ലാസ്സിൽ ടെൻഷനോ അല്ലെ മറ്റു പല കാര്യങ്ങളും കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ ഒരു മോട്ടിവേഷൻ കിട്ടാത്തോ അല്ലെ ഡെഡിക്കേഷൻ കിട്ടാത്തൊരവസ്ഥയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങളെ പേഴ്സണലി കുറ്റം പറയല്ല എൻ്റെ ഉദ്ദേശം. അങ്ങനെ ആയിരുന്നേക്കാം, നിങ്ങളുടെ സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നേക്കാം. പക്ഷെ അതിൻ്റെ അർത്ഥം ഒരിക്കലും എന്തല്ല, ഇനി അങ്ങോട്ട് നിങ്ങളുടെ സിറ്റുവേഷൻ അങ്ങനെ ആയിരിക്കുന്നല്ല. നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് ആ മനസ്സിലായല്ലോ. ഞാൻ ഈ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആലോചിച്ച് നോക്കാം, ഓക്കെ ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റാതെന്നുള്ള കാര്യം നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, എന്തായിരുന്നു നിങ്ങളുടെ റീസൺ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ ഇനി ഉറപ്പ് വരുത്തേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ. ഇനി +1 +2 2 വർഷം നിങ്ങളുടെ മുന്നിൽ കിടപ്പുണ്ട്. പഠനത്തിൽ എന്തായാലും നമുക്ക് ഒരു മിനിമം മികവ് തെളിയിച്ചേ പറ്റുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് പല കഴിവുള്ള ആൾക്കാരായിരിക്കാം, എങ്കിലും പഠനത്തിൽ നമ്മൾ ഏതൊരു ഫീൽഡിലേക്ക് ഇനി പോകുമ്പോഴും ഇന്നത്തെ ഒരു കാലത്ത് നിങ്ങൾ പഠനത്തിലൊരു മിനിമം ഗ്യാരണ്ടിയെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി വെക്കണം. ഓക്കെ, അപ്പോൾ അത് എന്തായാലും നമുക്ക് പഠനം +1 +2 നന്നായിട്ട് ചെയ്തേ പറ്റുള്ളൂ. അത് നിങ്ങൾ ഒരു കാര്യം ഉറപ്പ് വരുത്തേണ്ടത്, നിങ്ങൾ എന്തൊക്കെയോ ഒരു മണ്ടത്തരോ അല്ലെ എന്തൊക്കെയോ സാഹചര്യവശാൽ സർക്കംസ്റ്റൻഷ്യലായിട്ട് നിങ്ങൾക്ക് ചിലപ്പം പഠിച്ചിട്ടുണ്ടാവില്ല, നിങ്ങൾ ചിലപ്പോൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവില്ല, ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തിട്ടുണ്ടാവില്ല. ഇനിയുള്ള 2 വർഷം അത് ചെയ്യില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പ് നിങ്ങളോട് തന്നെ കൊടുക്കണം. എന്നോടോ വേറെ പേരൻസിനോടോ ടീച്ചേഴ്സിനോടല്ല, നിങ്ങളോട് തന്നെ ആ ഉറപ്പ് കൊടുക്കുക. സോ ഇന്നൊരു ദിവസം നിങ്ങൾ മാക്സിമം സങ്കടപ്പെടുക. പക്ഷേ ഇന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് എവിടെയെങ്കിലും എഴുതി വെക്കുക. അല്ലെങ്കിൽ ഡയറി ഉണ്ട്, ഡയറിയിൽ എഴുതി വെക്കുക, അല്ലെങ്കിൽ ഫോണുണ്ട്, ഫോണിൽ എവിടെയെങ്കിലും എഴുതി വെക്കുക നിങ്ങൾക്ക് ഇപ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യം. അതുമാത്രമല്ല, ഇനി അങ്ങോട്ട് 2 വർഷത്തേക്ക് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ സ്വയം ഫീൽ ചെയ്യിപ്പിക്കാൻ പോകുന്നത്, വേറെ ആരുമല്ല, നിങ്ങളെ സ്വയം ഫീൽ ചെയ്യിപ്പിക്കാൻ പോകുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം കൂടെ എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങൾ ആ ഓണസ്റ്റ്ലി ഇനി ഇത് റിപ്പീറ്റ് ചെയ്യാൻ നമുക്ക് അനുവദിച്ചുകൂടാ ഒരു കാരണവശാലും. ഓണസ്റ്റ്ലി നിങ്ങൾ എഴുതി വെച്ച കാര്യം നിങ്ങൾ ഓണസ്റ്റ്ലി ഫോളോ ചെയ്യാൻ നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇടുക, മാക്സിമം നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾക്ക് മാർക്ക് കൂടുമോ A+ ഇനി കിട്ടുമോ അതല്ല ഞാൻ പറയാൻ പോകുന്നത്, അതിനൊന്നും എൻ്റെ പ്രോമിസ് അല്ല. പക്ഷെ നിങ്ങളുടെ ലൈഫ് മാറും. നിങ്ങളുടെ ഇപ്പോഴത്തെ മെൻറ്റാലിറ്റി ആയിരിക്കില്ല നിങ്ങൾക്ക് 2 വർഷം കഴിയുമ്പോൾ ഉണ്ടാകുന്നത്. ആ ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. കാരണം പല കുട്ടികളും നമ്മൾ എക്സാമിനറിൻ്റെ പഴയ ബാച്ചസ് എടുക്കുകയാണെങ്കിൽ +2 ആണെങ്കിൽ +1 ആണെങ്കിലും ഫുൾ മാർക്ക് കിട്ടിയ 99% കിട്ടിയ കുട്ടികളുടെയൊക്കെ 10ാം ക്ലാസ്സിലെ സ്കോർ കാർഡ് എടുത്ത് നോക്കിയാൽ അതിൽ പലർക്കും ഫുൾ A+ ഒന്നും ഇല്ല. എല്ലാവരുടെയും മാർക്ക് ഭയങ്കര മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെയൊന്നുമല്ല സംഭവിക്കാറ്. പക്ഷേ ഫുൾ A+ എന്ന് പറഞ്ഞാൽ ആ മാർക്കൊന്നും പലർക്കും ഉണ്ടാവില്ല. കാരണം അവരൊക്കെ ഫൈറ്റ് ചെയ്ത് വന്ന കുട്ടികളാണ്. അപ്പോൾ അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുന്നിൽ കിടപ്പുള്ളപ്പോഴാണ് മുന്നിൽ കിടപ്പുള്ളപ്പോൾ നിങ്ങൾ മണ്ടത്തരം കാണിച്ച് ഫെയിലിയർ ആണെന്ന് നിങ്ങൾ സ്വയം അഡ്മിറ്റ് ചെയ്താൽ നിങ്ങൾ എത്ര വലിയ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ മിസ്സാവുന്നത്, നിങ്ങൾക്ക് വേണ്ടി തന്നെ, നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി തന്നെ. സോ ഫൈറ്റ് ചെയ്യാൻ റെഡിയാവുക. രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ചില കുട്ടികളുണ്ടാവും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു, നന്നായിട്ട് പഠിച്ചു, ഓക്കെ, എങ്കിലും നിങ്ങൾ ഉദ്ദേശിച്ച റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയില്ല. അതേ ഫുൾ A+ ആവാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തോ പ്രതീക്ഷ ഉണ്ടാവില്ല, അത് കിട്ടിയിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ കാര്യം, മക്കളെ, നമ്മുടെ ലോകത്തിന്, നമ്മുടെ ഈ സൊസൈറ്റിക്ക് നിങ്ങളെ വിലയിരുത്താൻ വേണ്ടിയിട്ട് തൽക്കാലം ഈ 10ാം ക്ലാസ് എന്ന് പറഞ്ഞ ഈ പ്രായത്തിൽ ഈ ഒരു പരീക്ഷ മാത്രമേ ഉള്ളൂ. അന്ന് വെച്ച് ഈ പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടും, നല്ല ഗ്രേഡ് കിട്ടുന്ന കുട്ടികൾ മാത്രമേ ലൈഫിൽ പിന്നീട് സക്സസ്ഫുൾ ആവുമെന്ന് നിർബന്ധമുണ്ടോ? നിങ്ങൾക്ക് തന്നെ നമുക്ക് എടുത്തു നോക്കാം. നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രി ആയിക്കോട്ടെ, അങ്ങനെ പല ഇപ്പോൾ ഇന്ത്യയിലെ ക്രിക്കറ്റ് പ്ലെയേഴ്സ് ആയിക്കോട്ടെ, പല ഫീൽഡ്സിൽ വലിയ ബിസിനസ് മാൻ ആയിക്കോട്ടെ, പല ഫീൽഡ്സിൽ വലിയ നിലയിലെത്തിയ ആൾക്കാർക്ക് എത്ര പേർക്ക് ഫുൾ A+ ഉണ്ടെന്ന് ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ ഒന്നും തന്നെ ഉണ്ടാവില്ല, നാണക്കേടായിരിക്കും അവർക്ക് തന്നെ. അപ്പോൾ ഈ ഫുൾ A+ എന്ന് പറഞ്ഞാൽ തൽക്കാലം നിങ്ങളുടെ പ്രായത്തിന് സൊസൈറ്റീനെ നിങ്ങൾക്ക് വിലയിരുത്താൻ വേണ്ടിയിട്ടുള്ള ജസ്റ്റ് ഒരു മെഷറാണെന്നേ ഉള്ളൂ. അതും നിങ്ങൾ ആലോചിച്ച് നോക്ക്, അത് ഫിസിക്സും ബയോളജിയും മാത്സിൻ്റെ ബേസിസിലാണ് ആ ഒരു വിലയിരുത്തൽ നടത്തുന്നത്. നിങ്ങളുടെ അഭിരുചിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവിനോ അനുസരിച്ചുള്ള സബ്ജക്റ്റിൽ പോലും അല്ല. നിങ്ങൾ ചിലപ്പം പാട്ടിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം ഫാഷൻ ഡിസൈനിങ്ങിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചർ കിടപ്പുള്ളത്.
പക്ഷെ അതൊന്നും മാത്സിലൂടെയോ ബയോളജി പഠിക്കുന്നതിലൂടെ അതിൽ മാർക്ക് വാങ്ങുന്നതിലൂടെ നിങ്ങൾക്ക് കഴിവ് തെളിയിക്കാൻ സാധിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരുപക്ഷെ അതുകൊണ്ടാണ് ആയിരിക്കണം നിങ്ങളുടെ മാർക്ക് കുറവായാലും നിങ്ങൾ എത്ര കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഫുൾ A+ കിട്ടാനോ അല്ല അങ്ങനെ ഒരു ഉയരത്തിലേക്ക് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കിട്ടാൻ സാധിക്കാത്തത്. അതിൻ്റെ അർത്ഥം നിങ്ങൾ ലൈഫിൽ ഇനി അങ്ങോട്ട് എവിടെ എത്തില്ല എന്നാണോ? ഒരിക്കലും അല്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കുട്ടികൾ ഇവിടെ ഉണ്ടെങ്കിൽ ഓക്കെ, അത് കഷ്ടപ്പെട്ട് നോക്കി പക്ഷെ പറ്റുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും മാത്സും പഠിക്കാനേ നിങ്ങൾക്ക് പറ്റാത്തുള്ളൂ. അത് മാത്രമാണ് ലോകത്തുള്ളത്. അല്ല, തൽക്കാലം ഇത് മാത്രമേ നിങ്ങൾക്ക് പഠിച്ച് പ്രൂവ് ചെയ്യാനുള്ളൂ എന്നതുകൊണ്ട് അങ്ങനെ ആയിപ്പോയെന്നുള്ളൂ. നിങ്ങൾ ലൈഫിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനും അതിലൊക്കെ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാനും അതിൽ നിങ്ങളുടെ ലൈഫ് ബിൽഡ് ചെയ്തെടുക്കാനും ഇനിയാണ് കിടപ്പുള്ളത്. ഈ സ്കൂളൊക്കെ ഇപ്പോൾ കഴിയും, 2 വർഷം കഴിയും. അത് പറ്റുന്നിടത്തോളം മര്യാദയ്ക്ക് നന്നായിട്ട് മാർക്ക് വാങ്ങിച്ചെടുക്കുക. കാരണം അതിനനുസരിച്ചുള്ള ഗുണങ്ങൾ പിന്നീട് നിങ്ങൾ കോളേജിലേക്ക് പോകുമ്പോൾ ഉണ്ടാവും. പക്ഷേ പറ്റുന്ന അത്രയും വാങ്ങിച്ചെടുക്കുക. പക്ഷെ ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് ഈ മാർക്ക് കുറഞ്ഞുകൊണ്ട് എന്താണ് ഞാൻ കഴിവില്ലാത്ത ഒരാളാണെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. കാരണം നിങ്ങളുടെ കഴിവ് കിടക്കുക എവിടെയാണെന്ന് ഞങ്ങൾക്കറിയില്ല, സൊസൈറ്റിക്ക് അറിയില്ല, മാർക്ക് പേപ്പർ കറക്റ്റ് ചെയ്യുന്ന ആൾക്ക് അറിയില്ല. അത് നിങ്ങൾക്ക് അറിയുള്ളൂ. നിങ്ങൾ കണ്ടെത്തുകയും വേണം, അതിനു വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യുകയും വേണം. ചിലവരുണ്ടാവും ഇതൊക്കെ കേട്ടിട്ട് വീട്ടിൽ പോയി പറയും, അമ്മ എൻ്റെ കഴിവ് വേറെ എവിടെയാണ്, ഞാൻ മാർക്കൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല എന്ന് അലക്സ് സാർ പറഞ്ഞു. ഇല്ല, അങ്ങനെ അത് മണ്ടത്തരയപ്പോൾ അത് നിങ്ങളെ തന്നെ പറ്റിക്കുകയാണ്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങളുടെ കഴിവ് വേറെ എവിടെയാണ് ഉള്ളതെങ്കിൽ അതിൽ നന്നായിട്ട് വർക്ക് ചെയ്ത് അതിനെ ഡെവലപ്പ് ചെയ്തെടുത്ത് അത് ആക്ച്വലി ഒരു പ്രൊഫഷണൽ ലെവലിൽ കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പുകൾ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ ചിന്തിച്ചു കൊടുക്കാം, നിങ്ങൾ അതിൽ വർക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ആ ഓൾട്ടർനേറ്റീവ് കാര്യം നടക്കുകയുള്ളൂ. പക്ഷേ അതിനോടൊപ്പം തന്നെ +1 +2 നന്നായിട്ട് പഠിക്കണം. കാരണം നമ്മുടെ സൊസൈറ്റിയിൽ നിങ്ങൾ കോളേജിൽ പോകുകയാണെങ്കിൽ ഏത് കോളേജിൽ പോകുകയാണെങ്കിലും മിക്ക സമയത്ത് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലേക്ക് അഡ്മിഷൻ ഉണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് മാർക്കും വേണ്ടി വരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ബേസിക് ആയിട്ടുള്ള നോളേജും സയൻസ് ആണെങ്കിലും അതുപോലെ മാത്സ് ആണെങ്കിലും അതുപോലെ ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ ആണെങ്കിലും അതിലെ നോളേജൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഇനി ഉപയോഗിക്കാനുള്ളതാണ്. അതുകൊണ്ട് ആ ഒരു ബോധം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അതുകൊണ്ട് ഇനി പഠിക്കാൻ പറ്റുന്ന രീതിയിൽ മാക്സിമം പഠിക്കുകയും അതേസമയം വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് അങ്ങനത്തെ അഭിരുചികളുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ മാക്സിമം എന്താണ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യണം. ഓക്കെ, അപ്പം ബേസിക്കലി ഈ വീഡിയോയിൽ എനിക്ക് പറയാൻ അത്രയേ ഉള്ളൂ. ഫുൾ A+ കിട്ടാത്തവർക്കും അതുപോലെ നിങ്ങൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടാത്തവർക്കും വേണ്ടി ഇത്ര ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. മക്കളെ ലൈഫ് ഇവിടെ അവസാനിക്കുന്നില്ല. ഇത് ജസ്റ്റ് ഒരു തുടക്കം മാത്രമാണ്. ഇനി മുന്നിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കിടപ്പുണ്ട്. കുറേ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയുടെ ഒരു സാഗരമാണ് നിങ്ങളുടെ മുന്നിൽ കിടക്കുന്നുള്ളത്. അതിൽ നിങ്ങൾ നീന്താൻ അല്ലെങ്കിൽ ജസ്റ്റ് കാലെടുത്ത് വെക്കാൻ നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ പിന്നെ നിങ്ങൾ വലിയൊരു ലൈഫിൽ ഓപ്പർച്യൂണിറ്റി ആയിരിക്കും നിങ്ങൾ മിസ് ചെയ്യാൻ പോകുന്നത്. സോ എടുത്തങ്ങോട്ട് ചാടാൻ റെഡി ആയിക്കോളൂ. ഇനി അങ്ങോട്ട് ലൈഫിൽ ഫൈറ്റ് ചെയ്ത് ലൈഫിൽ ഇനിയും മുന്നോട്ട് പോകാനും നിങ്ങൾ ഓൾറെഡി ഉണ്ടാക്കിയ മിസ്റ്റേക്സ് ഇനി റിപ്പീറ്റ് ചെയ്യില്ല എന്നുള്ള ആ ഒരു ഉറപ്പിച്ച ഒരു നിശ്ചയത്തോടെ ആ തീരുമാനത്തോടെ വേണം ലൈഫിൽ നിങ്ങൾ ഇനി മുന്നോട്ട് പോകാൻ വേണ്ടി. ഇത് മാത്രമേ എൻ്റെ റിക്വസ്റ്റ് ഉള്ളൂ. ഇതിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് കമൻറ്റ് ചെയ്യിച്ചൊന്ന് എനിക്ക് മാത്രമല്ല, എന്നോട് മാത്രമല്ല, ലോകത്തിനങ്ങോട്ട് അറിയിക്കുക. അത്രേ പറയാനുള്ളൂ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.